മലയാള സിനിമയുടെ അഭിമാന താരം, അഭിനയകലയുടെ വിസ്മയം മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. 2026 ജൂൺ 23 ഡൽഹി രാഷ്ട്രപതി ഭവനിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് അദ്ദേഹം ഈ ഉന്നത ബഹുമതി ഏറ്റുവാങ്ങി. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ ചലച്ചിത്ര ലോകത്ത് അദ്ദേഹം നൽകുന്ന സംഭാവനകൾക്കുള്ള ഏറ്റവും വലിയ അംഗീകാരമാണിത്. എന്താണ് പത്മഭൂഷൺ എന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ് പത്മഭൂഷൺ. രാഷ്ട്രത്തിന് സേവനം ചെയ്യുന്ന ഏതൊരു മേഖലയിലുള്ളവർക്കും, അത് കലയാകട്ടെ, സാഹിത്യമാകട്ടെ, ശാസ്ത്രമാകട്ടെ, അവരുടെ ഉന്നതമായ സേവനം കണക്കിലെടുത്ത് നൽകുന്ന പുരസ്കാരമാണിത്. ഭാരതരത്നയും പത്മവിഭൂഷണും കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയാണിത്. ലളിതമായി പറഞ്ഞാൽ, ഒരു വ്യക്തി തന്റെ കർമ്മമണ്ഡലത്തിൽ പുലർത്തുന്ന മികവിനും സമർപ്പണത്തിനും രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ആദരവ്. 1998 രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. അതിനുശേഷം 28 വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ പത്മഭൂഷൺ തേടിയെത്തുന്നത്. കേവലം ഒരു നടൻ എന്നതിലുപരി വേഷപ്പകർച്ചകളിലൂടെയും സാമൂഹിക പ്രതിബദ്ധതയുള്ള നിലപാടുകളിലൂടെയും ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖമായി മാറിയ വ്യക്തിത്വമാണ് മമ്മൂട്ടിയുടേത്. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ ചടങ്ങ് ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അഭിനയ ജീവിതത്തിന്റെ ഈ ഘട്ടത്തിലും പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകമായി തുടരുന്ന മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ഒരുപക്ഷെ കേവലം ഒരു അവാർഡ് മാത്രമായിരിക്കില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ അർപ്പണബോധത്തിനുള്ള വലിയൊരു സമർപ്പണം കൂടിയാണ്.